ഫ്രണ്ട്സേ, ധന്യാണേ. ഇന്നിപ്പോൾ ഞായറാഴ്ച, ഇന്നാണ് നമ്മൾ ബിരിയാണി കൊടുക്കാമെന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ അർഹതപ്പെട്ട ആളുകളിലേക്കാണ് ആ സഹായം, നമ്മൾ അർഹതപ്പെട്ട ആളുകളിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. പക്ഷേ ചില ഞരമ്പ് രോഗികൾ തന്നെ ഞാൻ പറയും, അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു 10 മണിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിക്കല്ല, മെസ്സഞ്ചറിൽ മെസ്സേജ് ചെയ്യായിരുന്നു കേട്ടോ. അതായത് കുറച്ച് പൈസയുടെ കെട്ടുകൾ കാണിച്ചിട്ട്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും, ഞാൻ നിനക്ക് സഹായം തരും, ഞാൻ നിനക്ക് പൈസ തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, സഹായം തരേണ്ടവർ ഒരു ചെവി കേട്ടാലും മറ്റൊരു ചെവി അറിയരുതേ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഓരോരുത്തരും എനിക്ക് സഹായം തരുന്നത്. അപ്പോൾ സഹായം തരുന്ന ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ വേറെ കോളേജിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പം ഉണ്ട് ഒരുത്തം വിനു എന്ന് പറഞ്ഞൊരുത്തം വന്നിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് ഇടുകയാണ്, ഞാൻ നിന്നെ സഹായിക്കാം, പിന്നെ നിന്റെ ഗൂഗിൾ പേ നമ്പർ അയക്കി ഒരു വോയിസ് വിടുന്നു. അപ്പോൾ തന്നെ എനിക്ക് നിന്റെ കാശ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. അപ്പം തന്നെ കുറേ പെണ്ണുങ്ങളുടെ വോയിസ് എടുത്തിട്ടിട്ട്, ഇതാണ്ട ഞാൻ സഹായിച്ച പെണ്ണുങ്ങളുടെ വോയിസ് ആണ് പറഞ്ഞിട്ട് ആ ചെക്കൻ പിന്നെ വോയിസ് വന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു മിസ്യൂസ് ചെയ്യാനുള്ളൊരു ഫ്രോഡാണെന്നുള്ളത്. കാരണം ഒന്നാമത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളാണ്. അപ്പം എൻ്റെ വോയിസ് ഒക്കെ വെച്ച് ദുരുപയോഗം ചെയ്യാൻ എത്ര തന്നെ വേണം. അപ്പം ഇവൻ്റെ ഉദ്ദേശം നടക്കില്ല എന്ന് ഇവന് മനസ്സിലായി. അങ്ങനെ അവസരം പിന്നെയും ഞാൻ സഹായിക്കാം ഇതാ കണ്ടില്ലേ പൈസ വേണ്ടിട്ട് ഇവ ഇങ്ങനെ കാണിക്കരുത്. ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട, എനിക്ക് കയ്യും കാലം ഒന്നും ഒടിഞ്ഞിട്ടില്ല, ഞാൻ അധ്വാനിച്ച് കച്ചവടം ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് നിന്റെ പൈസ വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവൻ വീണ്ടും മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ എന്ത് പറഞ്ഞു, എന്താ പിന്നെ നീയേ പിന്നെ സഹായിക്കാൻ നിനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒരു 50,000 രൂപ ഇപ്പം തന്നെ അയക്കിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് ഇട്ടു. അപ്പം ഉണ്ട് അവൻ്റെ വോയിസിൽ വരികയാണ്, ഞാൻ ഇപ്പം തന്നെ നിനക്ക് പൈസ അയക്കാം, നീ എനിക്ക് എന്ത് തരും എന്ന്. എന്താണ് ഞാൻ ഇവനെ പറയേണ്ടത്? അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, നിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്, നിന്നെക്കുറിച്ചുള്ള വീഡിയോ നാളെ വരും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിനെ മിസ്യൂസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഒരു പാവപ്പെട്ട ആളുകൾക്ക്, ഒരു പെണ്ണുങ്ങളുടെ നമ്പർ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ വീഡിയോ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വിളിക്കുക, സഹായം തരാമെന്ന് പറയുക, എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശം. എന്തായാലും നീ ഉദ്ദേശിച്ച കൂട്ടത്തിലുള്ള പെണ്ണല്ല ഞാൻ. നന്നായി അധ്വാനിച്ചിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചു പോണത്, മനസ്സിലാക്കിക്കോ. ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മാനം വിറ്റിട്ടോ, എൻ്റെ ശരീരം വിറ്റിട്ടോ, എൻ്റെ ശരീരം കാണിച്ചിട്ടോ ഞാൻ ഇന്ന് വരെ എവിടെയും പൈസ സമ്പാദിച്ചിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ പണക്കാരിയാവാം, ഇതിലും മേലെ എനിക്ക് വേണമെങ്കിൽ സമ്പാദിക്കാം. എത്രയോ അത് തരാൻ ആൾക്കാരും ഉണ്ടാവും, മനസ്സിലായോ. അതപ്പോൾ ഓരോ യൂട്യൂബ് ചാനലും കാര്യങ്ങളിലൊക്കെ ലൈവ് ഇടുന്നുണ്ട്, ആ ലൈവ് ഈ ലൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായി സമ്പാദിക്കാം. അങ്ങനത്തുള്ള പൈസ എനിക്ക് വേണ്ട. നന്നായി അധ്വാനിച്ചിട്ട് നമുക്ക് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, ആ വരുമാനത്തിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം എൻ്റെ മക്കൾക്ക് കൊടുത്താൽ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കും. അല്ലാതെ നീ പറയുന്ന രീതിയിലുള്ള കാര്യം കാണിച്ചിട്ടോ അല്ലെങ്കിൽ കാര്യം പറഞ്ഞിട്ടോ സംസാരിച്ചിട്ടോ ചാറ്റ് ചെയ്തിട്ടോ ഒന്നും എനിക്ക് ഒരാൾ പൈസ തരുവും വേണ്ട, ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒരു നേരത്തെ ആഹാരം പിന്നെ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണേ എന്ന് പറയുന്നത്, ഒന്നാമത് ഞാനും ഒരു സാധാരണക്കാരിയാണ്, എന്നെ കൊണ്ട് എന്തായാലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. പക്ഷേ നിങ്ങൾ തരുന്ന ആ ഒരു ഓർഡർ ഞാൻ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുകയും എൻ്റെ കച്ചവടം അവിടെ കൂടുകയാണ്, എൻ്റെ കച്ചവടം അവിടെ റെഡിയാവുകയും ചെയ്യും, ഞാനും പട്ടിണിയാവില്ല. അതേപോലെ തന്നെ നിങ്ങൾ തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് മറ്റുള്ളവർ പട്ടിണി ആകൂല. അപ്പോൾ അവരുടെ പ്രാർത്ഥനയും എൻ്റെ പ്രാർത്ഥനയൊക്കെ ഈ ഓർഡർ തരുന്ന ആളുകൾക്ക് കിട്ടുകയും ചെയ്യും. അവർ ദീർഘായുസോടുകൂടി അവർക്ക് ആയുസ്സും ആരോഗ്യവും നിൽക്കട്ടെ അല്ലെങ്കിൽ നൽകട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുള്ളൂ. ഇത്രയൊക്കെ തന്നെയല്ലേ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെയാണ് ഇന്നലെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ ലോട്ടറി അമ്മൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകളാണ്, ഒരുപാട് വർഷമായി ഇവിടെ, പക്ഷെ അവരുടെ കയ്യിൽ രേഖകളൊന്നുമില്ല. അപ്പം അവർക്ക് ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാൻ വഴിയില്ല, അരി വാങ്ങിക്കാൻ വഴിയില്ല. സത്യസന്ധമായി പറയണം, അതിപ്പോൾ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ചെറിയ ചെറിയ രീതിയിലൊക്കെ അവനെ സഹായിക്കും. പക്ഷെ എപ്പോഴും ഒരാൾക്ക് സഹായിക്കാൻ കഴിയില്ല, അതിനൊരു പരിമിതികളുണ്ട്. അപ്പം ഞാനും അതേ രീതിയിൽ പോകുന്ന ആളാണ്. അപ്പം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് സ്ഥിരമായിട്ട് അവർക്ക് കൊടുക്കാനും കഴിയില്ല. പക്ഷേ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഓർഡർ തരണേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തരുന്ന ഓർഡറിലൂടെ ഞാൻ അവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണമാണ് കൊടുക്കുന്നത്. ചില സമയങ്ങളിൽ ആ അച്ഛനമ്മയില്ലേ ഒരു നേരത്തെ പോലും ഭക്ഷണം കഴിക്കാറില്ല, വെറും പച്ചവെള്ളം കുടിച്ചിട്ട് ആ ബസ് സ്റ്റോപ്പിൽ കിടന്നിട്ട് ഇരിക്കുന്നത് കാണാം. ഭയങ്കര ദയനീയാവസ്ഥയാണ്. അവർ മാത്രമല്ല, ഇപ്പം ഞാൻ കൊണ്ടു കൊടുക്കുന്ന 20 ആളുകളും നമ്മുടെ സ്ഥിരം ആളുകളാണ്. അവർക്കാണ് ഇപ്പം ഞാൻ ഫുഡ് എത്തിച്ചു കൊടുക്കുന്നത്.
അത്രയും ദയനീയമായ ആളുകളാണ് ഞാൻ കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ തരുന്ന ഫുഡിന് അർഹരായ ആളുകളിലേക്ക് തന്നെയാണ് ഞാൻ എത്തിച്ചു കൊടുക്കുന്നത്. വീണ്ടും നിങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്